അങ്ങനെ ഷാറൂഖ് ഖാൻ നായകനായ ഡങ്കി എന്ത് വേണമെങ്കിലും പറയാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുമ്പ് ഞാൻ ട്രെയിലർ റിയാക്ഷനിലൊക്കെ കണ്ടു ഡോങ്കി എന്നൊക്കെ. ഡോങ്കി നെയ്യെന്ന് പറയാൻ പറ്റുമോ? ലൈക്ക് ഇതിന്റെ സ്റ്റോറി ലൈനിൽ ഡുങ്കി എന്താണെന്നും അതെങ്ങനെ ഡോങ്കി ആയിട്ട് റിലേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. മാൻ രാജ്കുമാർ ഹിറാനി അതൊരു വേറൊരു സ്കൂൾ ഓഫ് മൂവി മേക്കിംഗ് ആണ്. ശരിക്കും ഷാരൂഖ് ഖാൻസ് മൂവി എന്ന് പറയുന്നതിനേക്കാളും അല്ല, രാജ്കുമാർ ഹിറാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ അഭിനയിക്കുന്ന നടന്മാരോ നടിമാരോ അങ്ങനെയൊന്നുമില്ല. രാജ്കുമാർ ഹിറാനിയുടെ സ്റ്റോറീസ്, അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്ലേ, അങ്ങേര് വെക്കുന്ന ഓരോ വിഷ്വൽസ്, ഒരു ടച്ച് സിനിമ ലൈക്ക് PK, ലൈക്ക് 3 Idiots, ലൈക്ക് മുന്നാബായ്, എല്ലാ ഇമോഷൻസ് കൂടെയുള്ള അതായത് എങ്ങനെയാണോ നമ്മൾ രാജ്കുമാർ ഹിറാനി മൂവീസ് കണ്ടിട്ടുള്ള ആ സെയിം സംഗതി, അതായത് ഒരു സെയിം ആ റോളർ കോസ്റ്റർ സാധനം നമുക്ക് കിട്ടും. ആ ഒരു ഇമോഷണൽ സാധനം ഇങ്ങനെ വന്ന് ഒരുപാട് പേര് പറയാത്ത ഒരു കഥ, അല്ലെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കഥയാണെങ്കിലും അതിലൊരു വേറൊരു രീതിയിലുള്ള നറേഷനൊക്കെ കൊണ്ടുവന്ന് എന്നാലും അത്ര ഡീപ്പായിട്ട് ആ കഥകളിൽ എക്സാക്ട് കണക്ട് ആവും. അതായത് ഈ സിനിമയുടെ പേര് വെച്ചിട്ട് തന്നെയാണ് ഈ സിനിമയുടെ പ്ലോട്ട് കണക്ട് ആവുന്നത്. ഒരു സോൾജർ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞൊരു ഷാറൂഖ് ഖാൻ ഈ അടുത്തിറങ്ങിയ സിനിമകൾ 1000 കോടി അടിച്ച എല്ലാ സിനിമകളിലും കണ്ടൊരു ഷാറൂഖ് ഖാനെ അവിടെ നേരെ പറിച്ചു കൊണ്ടുവന്ന് നമുക്കൊരു വിന്റേജ് ഷാറൂഖ് ഖാൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് രാജ് ഹിറാനി മൂവിയിലെ ഷാറൂഖ് ഖാൻ അതാണ്. അതെ, രാജ് ഹിറാനി മൂവീസിൽ എങ്ങനെയാണോ നായകന്മാരുള്ളത് അതേപോലെ വളരെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഷാറൂഖ് ഖാന്റെ ഒരു ക്യാരക്ടർ. പതിവ് ഷാറൂഖ് ഖാന്റെ പല ഐറ്റംസും കാണാൻ പറ്റിയിട്ടില്ല അതിൽ. അതില്ല, കാരണം ഈ സ്റ്റോറിനകത്ത് അത് ഉണ്ടാവാനും പാടില്ല. ഇനി രാജ്കുമാർ ഹിറാനി ആയതുകൊണ്ട് അത് ഉണ്ടാവാൻ സമ്മതിക്കൂല. ഓക്കെ, അപ്പോ സിനിമയുടെ കഥ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഗ്രിപ്പ് ചെയ്തൊരു സാധനം. കാരണം ഈ പേര് വെച്ച് ഡങ്കി എന്നുള്ള പേര് വെച്ചിട്ട് തന്നെ ഈ സാധനം ഇങ്ങനെ കൊണ്ടുപോയി അതൊരു ഒരു വല്ലാത്തൊരു ഇമോഷണൽ സാധനം നമുക്ക് തന്നിട്ട് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ഒരു ബോംബ് ഡ്രോപ്പ് ചെയ്യണ മാതിരി ഡ്രോപ്പ് ചെയ്യും. അതൊരു നല്ല രീതിയിൽ ഇമോഷണലി നമുക്ക് ടച്ച് ആവും ആ സാധനം. ആൻഡ് ഇത് ഏറ്റവും രസം എന്താ അറിയോ, ഒരു സോൾജർ ഒരു മറ്റേ ടേപ്പ് റിക്കോർഡറില്ലേ, പഴയ ടേപ്പ് റിക്കോർഡറും കൊണ്ടിട്ട് നേരെ ഒരു പഞ്ചാബിലൊരു സ്ഥലത്ത് വന്നിട്ട് അവിടെ മുതൽ ഈ സാധനം മാറി തുടങ്ങി. എന്റെ മോനെ അതെ, ഞാനപ്പോ ഇങ്ങനെ ആലോചിച്ച് ഇത് എന്തോന്നടേ ഇത്, അതായത് എനിക്ക് കുറച്ച് ബോറടിച്ചിട്ടോ, ഇങ്ങനെ ശേഷം ഇങ്ങനെ തൂങ്ങി തുടങ്ങി. പക്ഷെ ഞാനെന്താ അറിയോ, ഈ രാജ്കുമാർ ഹിറാനി എന്നുള്ള പേര് നമുക്ക് തരുന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിങ്ങനെയാണ് പല സിനിമ. ഇപ്പൊ PK കണ്ടാലും 3 Idiots ഒക്കെ ആണെന്നുണ്ടെങ്കിലും തുടക്കത്തിൽ ഒരു ഫ്ലോയിലാണ് ഈ സാധനം പോയി. എനിക്ക് തോന്നുന്നു മുന്നാബായി ആണ്, എനിക്ക് തോന്നുന്നു മുന്നാബായി സീരീസിലുള്ള സിനിമകളാണ് തോന്നുന്നുണ്ട് ഒന്നും കൂടി നമുക്ക് തുടക്കം മുതലേ കുറച്ചൊരു ആ സാധനം അത് പിടിച്ചു പോയത് അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പൊ എന്താണെങ്കിലും പടത്തിന്റെ ഒരു മെയിൻ USP ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ സ്റ്റോറിയാണ്. അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസ്, അതാണ്. അതായത് വേറെ രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് വിസയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവര് അതിന് ഡങ്കി എന്നാണ് പറയുക. അപ്പൊ അതൊക്കെ സിനിമയിൽ വളരെ വിശദമായിട്ട് കാണിച്ചില്ലെങ്കിൽ പോലും കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ ഓവർ എക്സാജുറേഷൻ ഒന്നും ഇല്ലാതെ, ഷാറൂഖ് ഖാന്റെ പറന്നടികൾ ഇല്ലാതെ കൃത്യമായിട്ട് രാജ്കുമാർ ഹിറാനി നമുക്ക് ആ സാധനം കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇവരെങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ആ ഒരു ജേണി തുടങ്ങണേ, അതെങ്ങനെയാണ് അവർ കംപ്ലീറ്റ് ചെയ്യണേ, തിരിച്ചതെങ്ങനെയാണ് ഇന്ത്യയിലേക്ക് തന്നെ എത്തണേന്നുള്ളതൊക്കെ കൃത്യമായ ഒരു അടിപൊളിയാണ്. ആൻഡ് പെർഫോമൻസസ്, ഷാറൂഖ് ഖാൻ ഒന്നും പറയാനില്ല. ലൈക്ക് ഡയറക്ടർ ഒരു വര വരച്ചു, അതിൽ തന്നെ നിന്നു, ആ മീറ്റർ പിടിച്ചു. താപ്സി പന്നു ഒക്കെ പിന്നെന്താ പറയുക, ബോളിവുഡിൽ ഇപ്പോ ഉള്ള ഹീറോയിൻസിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ പെർഫോമൻസ് ഉള്ള റോള് കൊടുത്താൽ ഇങ്ങനെ കൈ തരുന്ന ഒരാളാണ്. പെർഫോമൻസ് താപ്സി പന്നു. ആൻഡ് ഷാറൂഖ് ഖാന്റെ വേറൊരു കേസ് പറയണേ, ഷാറൂഖ് ഖാൻ ഇതിൽ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന ഒരു ഷാറൂഖ് ഖാന്റെ ഗെറ്റപ്പ്, അതായത് ക്ലീൻ ഷേവ് അടിച്ച ഗെറ്റപ്പില് ഷാറൂഖ് ഖാനെ സത്യം പറഞ്ഞ് ഞാൻ കാണുമ്പോൾ പക്ഷേ അത് വേണ്ടിയിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതും കൂടെ തീരെ ഉൾക്കൊള്ളാൻ പറ്റാതെ ആളങ്ങനെ തീരെ കണ്ടിട്ട് ഒരു ഒന്നും തോന്നിയില്ല നമുക്ക്. ഭയങ്കര ഒരു അതെന്താ ഇങ്ങനെ തോന്നി. ആ കൂട്ടത്തിൽ തന്നെ ചേരാത്ത ഒരാളോ. അതെ. പിന്നെ ഇതില് വിഗൊക്കെ ഇവർ യൂസ് ചെയ്ത്, ഇവർക്ക് ഏജ് ആയ സമയത്ത് ഇവർ കുറെ വിഗും കാര്യങ്ങളും മുടി നരപ്പിച്ച സാധനമൊക്കെ, അത് ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഇത്രയും കിടലായിട്ട് സിനിമ എടുക്കുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ ഉള്ള ഒരു സാധനമൊക്കെ യൂസ് ചെയ്യാം. ഇത് ചുമ്മാ നമ്മളെ മറിമായത്തിലൊക്കെ അവര് വെള്ള പെയിന്റ് അടിച്ചു തരുന്നത് അതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെന്തോ എനിക്ക് ഒരുമാതിരി തോന്നി. പിന്നെ നമ്മളെ ബൊമ്മൻ ഇറാനി അടിപൊളിയായിരുന്നു. വിക്കി ഘോഷാലിന്റെ
കുറച്ച് സമയമേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് മൊത്തം വിക്കി ഘോഷാൽ ഉണ്ട്. പക്ഷെ വിക്കി ഘോഷാലിന്റെ ഒരു എന്താ പറയുക, വിക്കി ഘോഷാൽ പെർഫോമറാണ്. പക്ഷെ ഇതില് വിക്കി ഘോഷാലിന്റെ ഒരു വേറൊരു തരം കൈകാര്യം ചെയ്യേണ്ട ഒരു ഇമോഷൻ കൊണ്ട് കിടന്നത്. അതായത് സിനിമ കഴിഞ്ഞാലും ലാസ്റ്റിലും നമുക്ക് വിക്കി ഘോഷാലിന്റെ ക്യാരക്ടർ ഓർത്തിരിക്കാൻ പറ്റും. അവർക്ക് തോന്നുന്ന അതേ വിഷമം നമുക്ക്. അതെ. ആൻഡ് വിക്രം കോച്ചർ ലൈക്ക് എന്താ പറയാ, എനിക്ക് അയാളെ ഇങ്ങനത്തെ റോളുകള് ഭയങ്കര മൂപ്പര് നല്ല കിടിലനായിട്ട് സംഗതി ആ ഒരു സംഗതി പിടിച്ചു പോയി. അതായത് നമ്മളെപ്പോഴും നോക്കേണ്ടത് ഇപ്പൊ 3 Idiots ആണെങ്കിലും PK ആണെങ്കിലൊക്കെ ആ റോള് ചെയ്യാൻ രാജ്കുമാർ ഹിറാനിന്റെ സിനിമയിൽ ഒരാള് കാണും. അത് പിന്നെ ആ റോള് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങേര്. സോ ഓൾ ഇൻ ഓൾ. ആൻഡ് പാട്ടുകൾ കേട്ടോ, ഞാൻ ആദ്യം കേട്ടപ്പോഴും എനിക്ക് ഫസ്റ്റ് യൂട്യൂബിൽ കണ്ടപ്പോഴും ഇതിൽ ഒരു പാട്ടും എനിക്ക് ഡൈജസ്റ്റ് ആയിരുന്നില്ല. പക്ഷെ ഈ കഥയുടെ ഒപ്പം ഫ്ലോയില് പോകുമ്പോൾ എനിക്ക് പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. തിയേറ്ററിൽ അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ചുമ്മാ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ പാട്ടിറങ്ങുമ്പോൾ ഞാൻ എന്താണ് ഇങ്ങനത്തെ ഒരു പാട്ട്. മാത്രല്ല എനിക്ക് തോന്നുന്നു നമ്മള് കാറിലൊക്കെ ട്രാവൽ ചെയ്ത് പോകുമ്പോ അങ്ങനെ കേട്ടിരിക്കാൻ പറ്റുമോ ഇല്ല. അങ്ങനത്തെ ഒരു സോങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് തിയേറ്ററിലെ സിനിമേന്റെ ഒപ്പം ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്നെ അട്രാക്ട് ചെയ്ത ഫാക്ടർ ഞാൻ പറഞ്ഞല്ലോ, സിനിമയുടെ ഈ കഥ തന്നെയാണ്. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ കഥ ഇങ്ങനെ വെച്ചിട്ട് ഇനിയിപ്പോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു കൊടുക്കണം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ എല്ലാ വിസ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാ രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റി റീസൺസും കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ സിനിമയിലൂടെ രാജ്കുമാർ ഹിറാനി പറയാൻ ശ്രമിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ലോകത്ത് ഇങ്ങനെ ഒരു രാജ്യത്തേക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പോകുന്ന ആളുകളുണ്ട്. വിത്തൗട്ട് വിസ അവർ പല മാർഗങ്ങളിലൂടെ അവിടെ എത്തിപ്പെടാൻ നോക്കും. പലരുടെയും ജീവൻ പലയിടത്തും നഷ്ടപ്പെടും. അങ്ങനെ മരിച്ചു വീഴുന്നവരെ കുറിച്ച് പിന്നെ ഒരു ഡീറ്റെയിൽസും ഇല്ല. അവരുടെ ബോഡി പോലും എവിടെ എങ്ങനെയൊന്നുമില്ല. നോ ഡീറ്റെയിൽസ് അവന്. കാരണം ഒരു രാജ്യത്തും അവർക്ക് ഒന്നുമില്ല. സ്വന്തം രാജ്യത്ത് അവര് പോകുമ്പോ കണ്ടില്ല ഒരു സൈഡില് മറ്റേ ഇതൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ബോഡി. അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു കഥയുടെ പാറ്റേണും. ആൻഡ് പണ്ട് ഇതേപോലെ പോയി അവരുടെ ജീവൻ പോയ ആളുകളെ ഒരു എന്താ പറയാ അവരുടെ മെമ്മറീസും. അതെ, ലാസ്റ്റ് വരുന്നൊരു ഉറപ്പില്ല എന്നുള്ളത് പറയാനുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് കുറെ കാലത്തിന് ശേഷം ബോളിവുഡിൽ കണ്ടിന്യൂസ്ലി നല്ല പടങ്ങൾ രാജ്കുമാർ ഹിറാനി ഈസ് ലൈക്ക് എക്സ്പെക്റ്റഡ് ആണ്. അതായത് പക്ഷെ ഞാൻ വേറെ കേസ് പറയാം, PKയോ ഈ 3 Idiots ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഒരു ആവറേജ് ആയിട്ട് തോന്നാം. കാരണം ഈ ഒരു സ്റ്റോറി ലൈൻ നമുക്ക് എത്രത്തോളം ഡൈജസ്റ്റ് ആവും, അല്ലെങ്കിൽ ഇങ്ങനെ പോയ ആളുകളൊക്കെ നമ്മളെ എക്സ്പീരിയൻസിൽ ആരും ഇല്ല. നമ്മളിങ്ങനെ കേൾക്കാറ് മാത്രമാണ് പതിവ്. അതായത് അഭയാർത്ഥികൾ അവിടുന്ന് വന്നു അങ്ങനെ നമ്മൾ കേൾക്കാറുള്ളൂ. മുന്നുള്ള പടങ്ങളായിട്ട് കമ്പയർ ചെയ്താൽ ഈ ഒരു പടമായിട്ട് മാത്രം. അതെ, മുന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. PK ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PK ഈസ് ദ എന്താ പറയാ ഇന്ത്യയിൽ നല്ല ലോകത്തിൽ തന്നെ ഇറങ്ങിയതിൽ വെച്ച് ക്ലാസ് മൂവിയാണ് PK എന്ന് പറഞ്ഞാൽ ആ ലെവല് സാധനമാണ് PK. കാരണം ഇങ്ങനെയൊക്കെ ദൈവങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു സാധനം ഇന്ത്യയിൽ ഇറക്കുക എന്ന് പറഞ്ഞാൽ അതെ, അയാള് ഭയങ്കരാണ്, അതിഭീകരം. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഡുങ്കി ഈസ് ലൈക്ക് അത് വെച്ച് നോക്കുമ്പോ രാജ്കുമാർ ഹിറാനിന്റെ പ്രീവിയസ് മൂവീസ് എടുത്ത് നോക്കുമ്പോൾ ദിസ് ഈസ് എൻ ആവറേജ് മൂവി. പക്ഷെ ഷാറൂഖ് ഖാൻ രാജ്കുമാർ ഹിറാനിന്റെ ഒരു കോമ്പിനേഷനിൽ ദിസ് ഈസ് ലൈക്ക് എന്താ പറയാ ഇപ്പൊ പത്താനോ മറ്റേ സിനിമകളൊക്കെ എടുത്ത് 1000 കോടി ക്ലബിലൊക്കെ ഇത് ചിലപ്പോ 1000 കോടി ക്ലബ് അടിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഷാറൂഖ് ഖാൻ പാറുന്നില്ല. അതെ, ബട്ട് സ്റ്റിൽ പെർഫോമൻസ് കാരണവും പിന്നെ ഇങ്ങേരുടെ ഒരു മേക്കിങ്ങും ഇങ്ങേരുടെ ഒരു പാറ്റേണും കാരണം അങ്ങേരുടെ മുകളിലുള്ള ട്രസ്റ്റ് കാരണം ഇതിന് ഭയങ്കര പെർഫോം ചെയ്യാനുള്ള സാധനങ്ങൾ. ഇപ്പൊ ജിത്തുഭായി നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, മറ്റേ ഷാറൂഖ് ഖാന്റെ എന്താണ് വിറപ്പിക്കണ ആ സംക്രമം ആകെ കിടന്നുള്ള വർക്കിൽ അതിനൊന്നുള്ള ഒരു ചാൻസ് ഇതിലില്ല. അതെ, അപ്പൊ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോ കട്ട ഷാറൂഖ് ഖാൻ ഫാൻസിന് എന്താവും ചിലപ്പോ ഒരു ഇത് തോന്നും. അതെ, അതേപോലെ വിക്കി ഘോഷാലിന്റെ പെർഫോമൻസ്, താപ്സി പന്നുവിന്റെ പെർഫോമൻസിലൊക്കെ ചിലപ്പോ ഷാറൂഖ് ഖാന്റെ പെർഫോമൻസ് നമുക്ക് ഒന്നും ഇങ്ങനെ തോന്നാം. പക്ഷെ അവർക്കൊക്കെ ഇതില് പെർഫോം ചെയ്യണം അല്ലേ? ശരിക്കും ഇവര് മത്സരിച്ച് പെർഫോം ചെയ്യുന്ന സിനിമ. ഇതില് എന്താ അറിയോ, ഇത് ഇവര് ഈ ഡയറക്ടേഴ്സിന്റെ പ്രത്യേകത എന്താ പറയുക, ഇവർ രാജ്കുമാർ ഹിറാനി ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്ടർക്ക് വേണ്ടി മാറുകയാണ്. ബാക്കി സിനിമകളൊക്കെ പോയിരിക്കുമ്പോൾ ഐ ആം ദ സൂപ്പർ സ്റ്റാർ, ഐ ആം ദ എന്താ പറയാ ഞാനാണ് എല്ലാം, ഐ ആം ദ കണ്ട് പിന്നെ അതിനെ പറ്റിയിട്ടാവും. അതായത് സെറ്റിൽ പോകുമ്പോ തന്നെ അവർക്ക് എന്താ ഞാനാണ് ദ സ്റ്റാർ, ഐ ആം ദ സ്റ്റാർ. സോ എന്നെ ചുറ്റിപ്പറ്റി ഞാനായിരിക്കണം ഇത് കൊണ്ടുപോകണ്ടേ. ആ ഒരു സെറ്റപ്പിൽ സിനിമ എടുക്കുന്നപ്പോൾ അങ്ങനെയാണ് കേട്ടോ വലിയ വലിയ സിനിമകൾ എന്ന് പറയുമ്പോൾ വലിയ ബഡ്ജറ്റിൽ വരുന്ന
ഇടിവെടി പടങ്ങളൊക്കെ അങ്ങനെയാണ്. ലാർജർ ദാൻ റിയൽ ലൈഫ് ക്യാരക്ടർ ആവുമ്പോൾ അത് അഭിനയിക്കുന്ന നടനും സെറ്റിൽ ചിലപ്പോൾ ഒരു ലാർജർ ദാൻ റിയൽ ലൈഫ് ഒരു സാധനം കാണിക്കും. എനിക്ക് തോന്നുന്നു രാജ്കുമാർ ഹിറാനി മൂവീസിന് ഏറ്റവും വലിയ പ്രത്യേകത അവിടെയാണ്. അതായത് ഒരു നടനും അയാളുടെ ആ ഒരു സൂപ്പർ സ്റ്റാർഡത്തിൽ നിൽക്കാൻ സമ്മതിക്കാതെ അത് കൊടുക്കുന്നില്ല. അതിങ്ങനെ ആ ഒരു ഫ്ലോയില് വെച്ച് കൊണ്ടുപോവാണ്. അത് നമ്മളെ മലയാളത്തിലൊക്കെ ജോഷി സാറൊക്കെ പറ്റി പറയണ പോലെ ആരെ കൊണ്ടുവന്നാലും ആൾക്കാരാകുമ്പോ അയാളെ അടിയിലേ നിക്കാൻ പറ്റുള്ളൂ. ആര് വന്നാലും ശരിക്കും. ഇന്നിപ്പോ നേര് കണ്ട സമയത്ത് ജിത്തു ജോസഫ് മോഹൻലാലിനെ വെച്ചിട്ട് സെയിം പണിയാ ചെയ്തേ. അതായത് അങ്ങേർക്ക് ആവശ്യം എന്തോ അത് ചെയ്തിട്ട് പോയാൽ മതി, അല്ലാതെ എക്സ്ട്രാ മോഹൻലാലാണ് വിചാരിച്ചിട്ടൊന്നും ഇടാൻ സമ്മതിച്ചില്ല. അതെ, അങ്ങേർക്ക് എന്താണോ ആവശ്യം അത് ലാലേട്ടനെ കൊണ്ട് ചെയ്യും. ഇതില് വേറെ സാധനം ഉണ്ട്. ഇതില് ഒരു സീനുണ്ട്, അതിന് ഒരു സീനുണ്ട് ഇതിനകത്ത്. അതിൽ കുറച്ച് ഷാറുഖ് ഖാൻ കുറച്ച് എന്നാ പിടിച്ചോ, എന്തെങ്കിലും ഒന്നും വേണ്ട ഒരു വെടിയും പോകിയും പിടിച്ചു പറഞ്ഞിട്ട് ഒരു സീൻ കൊടുത്ത്. എസ്പെഷ്യലി നിങ്ങൾ ആലോചിക്കണം, ഷാറുഖ് ഖാന്റെ ക്യാരക്ടർ ഒരു സോൾജറാ. ഒരു സോൾജർ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കി ഷാറുഖ് ഖാൻ സോൾജറായി വന്ന സിനിമകളിലൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അതെ, അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഡയറക്ടർ രാജ്കുമാർ ഹിറാനി ആയതുകൊണ്ട് കുറച്ചുണ്ടെങ്കിലും അതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഗതികൾ തന്നെയായിരുന്നു. അതെ, അത് നീട്ടി വലിച്ചു കൊണ്ടുപോയില്ല, അത് അവിടെ കട്ട് ചെയ്തെങ്കിൽ ശരിക്കും അവിടെ നീട്ടി വലിക്കാനുള്ള കുറെ അതുപോലെ ഭയങ്കര സംഭവമാക്കാനുള്ള ചാൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒക്കെ കളഞ്ഞങ്ങേര്. സോ ഓൾ ഇൻ ഓൾ ഇതൊരു രാജ്കുമാർ ഹിറാനി മൂവിയാണ്. ആ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ക്വാളിറ്റി അടിപൊളിയാണ്, പെർഫോമൻസുകൾ കിടിലമാണ്, എല്ലാം കൊണ്ടും വർത്ത് വാച്ചിങ് ആണ്. നിങ്ങൾ ഈ സിനിമ കാണാൻ പോയാൽ ഞങ്ങൾക്ക് ചിരിക്കാം, സങ്കടപ്പെടാം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ കൂടെ കിട്ടും. അതെ, ആൻഡ് കമ്പയറിംഗ് ടു അതർ രാജ്കുമാർ ഹിറാനി മൂവീസ്, ദിസ് ഈസ് ആൻ ആവറേജ് മൂവി. ഓക്കെ.